ഹായ് നദാൻ സ്പേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഹൈദരാബാദിലെ മൂന്നാമത്തെ ദിവസമാണ്. നമ്മൾ ആദ്യം ഹൈദരാബാദിൽ വന്നപ്പോൾ ചെക്ക് ഇൻ ചെയ്തത് പാർക്ക് ഹയാത്തിലായിരുന്നു. നമ്മൾ 3 ഡേയ്സാണ് അവിടെ റൂം ബുക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് നമ്മളിന്ന് ഹയാത്ത് പ്ലേസിലേക്ക്, ബഞ്ചാര ഹിൽസിൽ തന്നെയുള്ള ഹയാത്ത് പ്ലേസിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയാണ്. അപ്പം ആ ഒരു നമ്മുടെ ഇത്രയും ദിവസത്തെ യാത്രയും നമ്മുടെ സന്ദർശനങ്ങളെല്ലാം ആയിട്ട് ഇന്നൊരു ഫുള്ളി റെസ്റ്റ് ഡേ ആണ്, ഒരു ഫുൾ ഡേ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഫുൾ ചിലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ അവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് HR മാനേജറുടെ വകയൊരു വെൽക്കം നോട്ട് ഉണ്ടായിരുന്നു, ഒരു ചോക്ലേറ്റ് റാപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ളി ഒന്ന് എൻജോയ് ചെയ്ത് നമ്മൾ അവിടെ കുറേ നേരം ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അവിടെ ഇരുന്നു നമ്മളവിടുത്തെ TV-യിൽ നമ്മളെ തന്നെ ചാനലൊക്കെ നമ്മളൊന്ന് കണ്ട് നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. അതിനുശേഷം നദാൻകുട്ടൻ്റെ ഫേവറേറ്റ് ആക്ടിവിറ്റിയായ പൂളിലേക്ക് പോകാമെന്ന് ഓർത്തു. കാരണം നമ്മൾ പാർക്ക് ഹയാത്തിലും നമ്മൾ പൂളിലൊന്നും പോകാൻ അവനെ സമ്മതിച്ചില്ല. കാരണം അവൻ്റെ ഹെൽത്ത് എങ്ങനെ ആയിരിക്കും, പെട്ടെന്നൊരു ക്ലൈമറ്റ് ചേഞ്ചൊക്കെ ഉണ്ടായതല്ലേ, അതെങ്ങനെ ആകുമെന്നൊക്കെ അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാൻ നിർത്തും. എന്തോ സകല സാഹചര്യങ്ങളുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അവനും ഹെൽത്ത് വൈസ് ഓക്കെ ആയിരുന്നു. കാരണം ഇപ്പം ഞാൻ തന്നെയുള്ളപ്പോൾ ഒരു പനി വന്നാലേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ ചേട്ടയുണ്ട്, നമുക്ക് ആവശ്യത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാം. അതുകൊണ്ട് അവൻ പെർഫെക്റ്റ്ലി ഓക്കെ ആയിരുന്നു. നമ്മളങ്ങനെ പൂളിലൊക്കെ ഇറങ്ങി. ഞാനും കുറേ നേരം ആ ഹൈദരാബാദ് സിറ്റിയുടെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് മീ ടൈമൊക്കെ എടുത്ത്. എല്ലാവർക്കും ഈ മീ ടൈം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മീ ടൈം എന്ന് പറയുമ്പം നമുക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് വാസ് സോ പ്രിഷ്യസ്. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും നമ്മുടെ ആ ഒരു ഇമോഷണൽ ബാലൻസിന് വരെ അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മളതുപോലെ നമ്മൾ കുറച്ചധികം ലേറ്റായിട്ടാണ് നമ്മൾ പൂളിലെ ക്ലോസിങ് ടൈം വരെ നമ്മളോട് അവർ ക്ലോസ് ചെയ്യുകയാണെന്ന് പറയുന്ന ടൈം വരെ നമ്മൾ അവിടെ ഇരുന്നു. നമ്മളത് സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. ഈ ദിവസം എന്തായാലും നമുക്കൊരു റിഫ്രഷ്മെൻ്റായി. നമ്മൾ നാളത്തെ ദിവസം എങ്ങനെ ആയിരിക്കണം എന്ന് പ്ലാൻ ചെയ്തു. അപ്പം ഇതൊരു കുട്ടി വ്ളോഗാണ്. നമ്മൾ ഒരു ദിവസം എങ്ങനെ ഫ്രീ ആയിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് നമുക്കൂടെ ഒരു റിമൈൻഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്ത വീഡിയോ ആണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളെ കാണാം. ബൈ.